ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വെള്ളയപ്പമാണ് ആക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അരി രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവലെടുത്തിട്ടുണ്ട്, അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോറുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഞാൻ തേങ്ങ ഒരു അരമുറി ചിരവി വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് പഞ്ചസാര ഒരു 3 to 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഈസ്റ്റ് നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിൽ തെങ്ങ് ഏറിയ കള്ളുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അതുണ്ടെങ്കിലും ആക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അത് കാരണം ഞാൻ ഈസ്റ്റ് വെച്ചിട്ട് ആക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ രാവിലെ കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 7-7:30 വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് അരച്ചെടുത്താൽ നന്നായി പൊങ്ങി വരും. ഓക്കെ, ഒരു 8 മണിക്കുള്ളിൽ തീർച്ചയായിട്ടും അരച്ചെടുക്കണം. അപ്പം ഞാൻ കുതിർത്ത അരിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് നനച്ച അവൽ ആ സമയത്ത് ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റോളം കുതിർക്കുമ്പോൾ തന്നെ അത് നന്നായി സോഫ്റ്റായി വരും. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ. ഇപ്പം നമ്മൾ എടുത്ത എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്തേക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം. പഞ്ചസാരയുടെ അളവ് കുറവ് വേണമെങ്കിലും ഇടാം കേട്ടോ, ഇത്ര ഇടണമെന്നില്ല. എനിക്ക് ഇച്ചിരി മധുരമുള്ള അപ്പമാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം പഞ്ചസാര ഇടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഫെർമെൻറ്റ് ആവാനും പഞ്ചസാര ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കുഴിയില്ല അല്ലെങ്കിൽ ഡെപ്ത് കൂടുതലുള്ളൊരു പാത്രത്തിലേക്ക് വേണം ഇത് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാൻ. എന്താ വെച്ചാൽ ഇത് നന്നായി ഫെർമെൻറ്റായി പൊങ്ങി വരുമ്പോൾ ഇത് മറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറച്ച് ഡെപ്ത് കൂടുതലുള്ള പാത്രത്തിൽ വേണം ഇങ്ങനത്തെ മാവ് അരച്ചിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. കാരണം ഇത് ഫെർമെൻ്റ് ആകുമ്പോഴേക്കും ഇച്ചിരി കൂടി തിക്കാവും കേട്ടോ. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത ദിവസം രാവിലെ നമുക്കിത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ രാത്രി ചെയ്ത പ്രോസസ്സാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ രാവിലത്തെ ക്ലിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ കാണാം ഈ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വലിയൊരു പാത്രത്തിൽ വേണം എടുക്കാൻ. നമ്മളത് മിക്സ് ചെയ്യുമ്പോഴേക്കും അത് കുറച്ചിങ്ങനെ താണു പോകും കേട്ടോ. പക്ഷേ എന്നാലും അപ്പം നല്ല സോഫ്റ്റും നല്ല പൊങ്ങി വരും. ഓക്കെ, അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് കട്ടിയാവും പൊങ്ങുമ്പോഴേക്കും. അപ്പം ഈ അപ്പക്കൂട്ടിലേക്ക് കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാവുമ്പോഴാണ് നമുക്കതൊന്ന് കറക്കിയെടുക്കാൻ പറ്റുക. നല്ലൊരു ഫ്ലോ കിട്ടും ആ മാവിന്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് എപ്പോഴും പിന്നെ ലൂസൻ ആക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആക്കാൻ പോകുന്നത് ഒരു കറിയാണ് കേട്ടോ. അപ്പം തന്നെ മാച്ച് ചെയ്യുന്ന ഒരു എഗ് റോസ്റ്റാണ് നമ്മൾ ആക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 വലിയ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, അതുപോലെ തന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പിലാണ് ആക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഡിഫറെൻറ്റ് വേയിൽ ഓരോരോ പേര് ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി ആക്കുക, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ്. ആദ്യം തന്നെ അതങ്ങ് സൈഡായിട്ട് ബോയിൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് പൊട്ടി വരില്ല. ഇൻഡക്ഷനിലാണ് കേട്ടോ ഞാനിത് ബോയിൽ ചെയ്യുന്നത്. അതാകുമ്പോൾ ടൈമർ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് മുട്ട വെന്ത് കിട്ടും. ഒരു 13 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല പാകത്തിന് ബോയിലായി കിട്ടും. ഇനി ഇവിടെ നമുക്ക് കട്ടിങ് പ്രോസസ്സാണ്. ഇവിടെ സവാള നമുക്ക് നേർങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. വളരെ നേർത്ത് കട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഞാൻ എല്ലാ സവാളയും ഇതുപോലെ എടുത്തിട്ട് നേർങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് നേർങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും അത് വളരെ ഒരു ഫൈനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ കട്ടിങ് പ്രോസസ്സാണ് ഇതിൽ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോഴേക്കും പാരലായിട്ട് നമ്മുടെ മുട്ട വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സൺഡേ ഒക്കെ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഫീലിംഗ് കിട്ടാൻ നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ് വർക്കിംഗ് ഡേയ്സൊക്കെ ഇച്ചിരി പാടായിരിക്കും, എന്നാലും നമ്മളിതൊക്കെ കുറച്ച് തലേന്ന് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മുട്ടയ്ക്ക് ഞാൻ വേറെ ഉണ്ടാക്കുന്നൊരു മെയിൻ കറി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ബാജിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോയി നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കി ടൊമാറ്റോസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ടൊമാറ്റോ ഇവിടെ ജസ്റ്റ് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ മക്കൾക്ക് ടൊമാറ്റോ വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട്
ഞാൻ ജസ്റ്റ് കുറച്ച് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക, നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ ഇഞ്ചി നമ്മൾ ഒന്നാമത് ചതച്ചിട്ടിടാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ പച്ചമുളക് എടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഇത്രയും സാധനങ്ങൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ജസ്റ്റ് കുക്കിംഗ് പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇതുപോലത്തെ കറികൾ എന്താ ആക്കുക അപ്പത്തിന്, ഇതൊക്കെ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ, നിങ്ങൾ എന്ത് വേയിലാണ് ആക്കുക. ഇനി നമ്മൾക്ക് ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിവിടെ മുട്ട ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, നമ്മൾ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടുപ്പ് കത്തിച്ചിട്ട് അതിന് മുകളിലൊരു കട്ടിയിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണ്ടി വരും, കാരണം നമുക്ക് ഈ ഉള്ളി ഫുള്ളായിട്ടും വഴറ്റിയെടുക്കേണ്ടതാണല്ലോ. ഇതിനകത്തേക്ക് നമ്മൾ എണ്ണ ചൂടാകുമ്പം കുറച്ച് താളിപ്പിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ കറീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സവാള എത്ര മൂത്ത് വരുന്നോ അത്രയും കറി നല്ല ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം സവാള പെട്ടെന്ന് മൂത്ത് വരും. ഇനി നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് നല്ലതായിട്ടൊന്ന് വഴഞ്ഞ് വരണം, ഒരു ബ്രൗണിഷ് ലൈറ്റ് ഗോൾഡൻ കളറായി വരണം. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് ആയിട്ട് കുറേ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, അതും തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യണേ. അപ്പം നമ്മുടെ സവാള കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നും കൂടി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിന് കുറവായിട്ട് ഇട്ടാൽ മതി. അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇടുക. ഞാൻ കശ്മീരി ചില്ലി പൗഡർ ഇട്ടിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1.5 to 1.25 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ഇച്ചിരി ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ തീ സിമ്മിൽ വെക്കുക, അപ്പോൾ അധികം അടിക്ക് പിടിക്കത്തില്ല. എന്നിട്ട് ആവശ്യത്തിന് എണ്ണ ആഡ് ചെയ്തിട്ട് വീണ്ടും കൈവിടാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല മസാലയുടെയൊക്കെ മൂത്ത സ്മെല്ല് വരും, അതുവരേക്കും നമ്മളിതുപോലെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. കൊത്തിയരിഞ്ഞ് വെച്ച ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ആഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുക്കാവും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക തവി വെച്ചിട്ട്. എന്നിട്ട് നമുക്കിത് ഒരു 2 മിനിറ്റോളം അടച്ചിട്ട് വേവിക്കുമ്പോൾ ടൊമാറ്റോ പെട്ടെന്ന് അങ്ങ് കുക്കായിക്കോളും. ഇനി ഇതിൽ നമുക്ക് ടൊമാറ്റോ പ്യൂരി ആയിട്ട് വേണമെങ്കിൽ അരച്ചിട്ടും ഒഴിക്കാം കേട്ടോ, പക്ഷേ ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യാറ്. 2 വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാം, അപ്പോൾ രണ്ടിനും 2 ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ മസാലാസ് നമ്മൾ ഡയറക്റ്റ് ഇടുന്നതിന് പകരം വെള്ളത്തിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ആഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയും, എല്ലാത്തിനും ഒരു വേറെ ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും നമ്മുടെ എഗ്ഗ് ഇവിടെ ബോയിലായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കൈവച്ചിട്ട് അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. അപ്പോൾ തോട് എളുപ്പത്തിൽ കളയുന്ന പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ എനിക്കിതുവരെ അതിൻ്റെ ടെക്നിക്ക് അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് വരും, അതിൻ്റെ ആ ചെറിയൊരു തോല് പോലത്തെ സാധനം വലിച്ചെടുത്താൽ കറക്റ്റായിട്ട് വരും. ചില സമയത്ത് എനിക്കതിങ്ങനെ പൊട്ടി വരും. അപ്പം ഇതുപോലെ 3 മുട്ടയും ഞാൻ ഇപ്പോൾ ക്ലിയറാക്കി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്രേവി ഇത് വെന്ത് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് തവി വെച്ച് ഒന്നും കൂടി ഞാനിങ്ങനെ ഉടച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് മുട്ട വേവിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനൊരു ഡ്രൈ ഫോമിലെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അപ്പത്തിനൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു നമ്മൾ റോസ്റ്റ് എന്ന് പറയുമ്പോൾ എഗ് റോസ്റ്റിൻ്റെ ആ ഒരു ഫോമാറ്റ് അറിയാമല്ലോ, ഒരു സെമി ഗ്രേവി പോലെ. അപ്പോൾ ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം പെട്ടെന്ന് തന്നെ എവാപ്പറേറ്റ് ആവും, അത് കാരണം നമ്മൾ നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഉപ്പൊക്കെ പാകം നോക്കിയിട്ട്
എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര, ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാലൻസായി വരും. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസി ഒക്കെ നോക്കി നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2-3 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സിലും കുറവായിട്ട് വെള്ളം വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി തിക്നെസ് കൂടുതലാണെന്ന് തോന്നി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോഴാണ് ഇനി നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ആ എഗ്ഗ് ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്യുന്നില്ല. എഗ്ഗിനകത്തേക്ക് ഈ മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രേവി ഒന്ന് ഇട്ട് ഇതുപോലെ ഒന്ന് മുട്ടേൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ചപ്പാത്തിക്കും ഇതുപോലെ തന്നെ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഗരം മസാലയ്ക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതുകൊണ്ട് അതും നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പിയും നമ്മുടെ വീഡിയോ ഷോർട്സിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു കറിവേപ്പില ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ടേസ്റ്റും എൻഹാൻസ് ആവും. അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. നമുക്ക് ഇതേ അടുപ്പിലിനി നമ്മുടെ അപ്പം ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അപ്പം നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഇതായിട്ട് വരില്ല, വേവ് ശരിക്ക് ആവില്ല. ഇതിനകത്തേക്ക് ഞാൻ ഇതുപോലെ ഒരു തവി ഇത് അപ്പക്കൂട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഇതുപോലെ അപ്പപാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പച്ചട്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല ഈവൺ ആയിട്ട് വരും. നമ്മളിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ അപ്പത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾസ് വരുന്നത് കാണാം. അത് വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾ മൂടി വെക്കാൻ. അതൊരു നല്ല ടിപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ അപ്പം നല്ലൊരു ടെക്സ്ചറിലായിരിക്കും വരിക. അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ അപ്പം ഇളക്കിയെടുക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. കാണാനും കണ്ടോ നല്ല ഭംഗിയും നല്ല സൈഡൊക്കെ ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ചിലവർക്ക് അപ്പോൾ ഇങ്ങനെ കട്ടിയിലെടുക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഇതുപോലെ സൈഡ് തിന്നായിട്ടും നടുക്ക് കുറച്ച് കട്ടി ആ ഒരു ടെക്സ്ചറിലാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങളൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഇതേപോലെ അടുത്ത അപ്പം എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഇനി കറിയാക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പത്തിന് തേങ്ങാപ്പാൽ ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. അങ്ങനെയും നിങ്ങൾക്ക് പിന്നെ അപ്പം ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴും എനിക്കറിയുന്ന കുറേ പേര് അപ്പം ഉണ്ടാക്കാൻ അറിയില്ല അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കാറില്ല പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായ പണിയൊന്നുമില്ല. നമ്മൾ ഓർത്തിട്ട് ഒന്ന് അരി കുതിർത്താൽ മതി. അത് നേരത്തെ ഒന്ന് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ടേക്ക് കെയർ.